ജോഗ്രഫി. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ടോളമിയ, ഗ്രീക്കുകാരനായ ക്ലോഡിയസ് ടോളമി. അൽമജസ്, ജോഗ്രഫി എന്നീ ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ പിതാവാരാ? അതും ടോളമിയാണ്. ഭൗമകേന്ദ്ര സിദ്ധാന്ത ആശയം, ദാറ്റ്സ് ആൻ ഐഡിയ, മുന്നോട്ട് വെച്ചത് പൈത്തഗോറസ് ആയിരുന്നു. ഭൂമിശാസ്ത്രം എന്ന വാക്ക്, ദാറ്റ് വേർഡ് ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ഇറാത്തോസ്തനിസ്. അദ്ദേഹം ഗ്രീക്കുകാരനാണ്. ഭൂമിയുടെ ചുറ്റളവ്, പെരിമീറ്റർ, ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ഇറാത്തോസ്തനിസ്. ഇറാത്തോസ്തനിസിന് 2 പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. എറിഗോണും ഹെർമിസും. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു എന്ന് പറഞ്ഞ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരെന്നറിയും? ആര്യഭടനാണ്. കൊടുങ്ങല്ലൂരിലെ അശ്മകത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ആര്യഭടീയവും സൂര്യ സിദ്ധാന്തികയും. പൈയുടെ വില കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യൻ ന്യൂട്ടൺ എന്നും ആര്യഭട്ടനെയാണ് അറിയപ്പെടുന്നത്. 1975 ഏപ്രിൽ 19 ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹത്തിന് ആര്യഭട്ട എന്ന പേര് നൽകിയത് ആര്യഭടനോടുള്ള ബഹുമാനാർത്ഥമാണ്. റഷ്യയിലെ കപോസ്റ്റിയൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ദ എലമെൻറ്റ് രചിച്ചത് യൂക്ലിഡ് എന്ന സയൻറ്റിസ്റ്റാണ്. ഭൂമിയുടെ ആകൃതി എന്താണെന്ന് അറിയാമല്ലോ? ജിയോയിഡാണ്, അല്ലെങ്കിൽ ഒബ്ലേറ്റ് സ്പെറോയിഡ് എന്ന് പറയും. സൗരകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാ? അത് കോപ്പർനിക്കസ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവും അദ്ദേഹം തന്നെയാണ്. കോപ്പർനിക്കസിൻ്റെ 2 ബുക്കുകളുണ്ട്. ഓൺ ദ റെവല്യൂഷൻ ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ആൻഡ് അടുത്ത് വേറൊന്ന് ഡി റെവല്യൂഷനിബസ്. അങ്ങനെ 2 ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭൂമിയുടെ വിസ്തൃതി 510.072 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. സമുദ്രഭാഗത്തിൻ്റെ ആകെ വിസ്തീർണമോ 361.132 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. കരഭാഗത്തിൻ്റെ ആകെ വിസ്തീർണം 148.94 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഭൂമധ്യരേഖ പ്രദേശത്തിലെ ചുറ്റളവ്, അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 475 എന്ന് ഓർമ്മിച്ചാൽ 40,075 കിലോമീറ്ററാണ് ഭൂമധ്യരേഖ പ്രദേശത്തിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ. ധ്രുവപ്രദേശങ്ങളിലെ 4008 അല്ലെങ്കിൽ 4008 എന്നും പറയും, 008. അത് 40,008 കിലോമീറ്ററാണ് ധ്രുവപ്രദേശങ്ങളിലെ ചുറ്റളവ്. ഓക്കെ. നദികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പണ്ടുണ്ടായിരുന്ന ഒരു നദിയുണ്ട്, തെദിസ്. വെള്ളപ്പൊക്കങ്ങളുടെ മാതാവാ? അത് സിന്ധു നദിയാണ്. ലോകത്തിലെ ആദ്യത്തെ നദിയായിരുന്നു തെദിസ്. അതുകൊണ്ടാണ് അതിനെ നദികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഭൂമിക്ക് 2 തരം ചലനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ്? ഭ്രമണവും പരിക്രമണവും. രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭ്രമണം കാരണമാണ്. ഋതുക്കൾ ഉണ്ടാകുന്ന സീസൺ, അത് പരിക്രമണം കാരണമാണ്. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞത് അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന പേരിലൊരു ഗർത്തമുണ്ട്, അത് ചന്ദ്രനിലാണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം 15 കോടി കിലോമീറ്ററാണ്. ഇതിനെയാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള അകലം, അതെ, ഈ സാധനം തന്നെ, 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, 15 കോടി കിലോമീറ്റർ. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള അകലം ചോദിച്ചിട്ടുണ്ട്, 3,84,400 കിലോമീറ്ററാണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 500 സെക്കൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡ്. ഭൂമിയുടെ ഭ്രമണത്തിന് ആവശ്യം വേണ്ട സമയം 24 മണിക്കൂറല്ല, കുറച്ച് കുറയും. എത്ര കുറയുന്നതെന്ന് വെച്ചാൽ ഒരു 4 മിനിറ്റോളം കുറയും. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ് ഭ്രമണത്തിന് വേണ്ട സമയം. ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ പ്രദേശത്താണ്. എന്നാൽ ഏറ്റവും കുറവോ അല്ലെങ്കിൽ 0യോ അത് ധ്രുവങ്ങളിലാണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത ചോദിച്ചിട്ടുണ്ട് 1680 കിലോമീറ്റർ പെർ അവറാണ്. പരിക്രമണത്തിന് വേണ്ട സമയം 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ്. പരിക്രമണ വേഗത എന്ന് പറയുന്നത് 29.78 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ.